ചുരുക്കത്തിൽ ഒരു കണക്ക് നോക്കിയാൽ 100 കപ്പ് പോപ്കോൺ നമ്മൾ വിൽക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2500ഓളം രൂപയാണ് നമുക്ക് ലാഭമായി നേടുവാൻ സാധിക്കുക. പൊതുജനം കൂടുന്ന ആള് കൂടുന്ന ഇടങ്ങളിലെല്ലാം വളരെ വിജയകരമായി നടപ്പിലാക്കുവാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് പോപ്കോൺ ബിസിനസ്. പോപ്കോൺ സീഡിന്, അതായത് പോപ്കോൺ ഉണ്ടാക്കാൻ ആവശ്യമായ പോപ്കോൺ സീഡിന് കിലോഗ്രാമിന് 120 രൂപയാണ് വില. 1 കിലോഗ്രാം പോപ്കോൺ നമ്മൾ മെഷീനറി ഉപയോഗിച്ച് പൊട്ടിച്ചെടുക്കുമ്പോൾ 800 ഗ്രാം മുതൽ 900 ഗ്രാം വരെയാണ് നമുക്ക് വിൽപ്പനയ്ക്കായി ലഭിക്കുക. കുറച്ച് പോപ്കോൺ പൊട്ടാതെ ഉണ്ടാവും. അപ്പോൾ അത് കിഴിച്ച് 800 മുതൽ 900 ഗ്രാം വരെ നമുക്ക് വിൽപ്പനയ്ക്കായി ലഭ്യമാണ്. നമുക്കറിയാം 30 ഗ്രാം അടങ്ങുന്ന, പലയിടങ്ങളിൽ പല അളവായിരിക്കും, ഒരു ആവറേജ് കണക്ക് പറയുകയാണ്, 30 ഗ്രാം അടങ്ങുന്ന 26 കപ്പ് പോപ്കോണുകൾ വിൽക്കുവാൻ നമുക്ക് ഈ ഒരു 800 ഗ്രാമിൽ നിന്ന് ലഭിക്കും. ചിലപ്പോൾ 27 കപ്പ് കിട്ടും, 28 കപ്പ് കിട്ടും. എന്നാലും ഒരു 26 കപ്പ് ആവറേജ് നമ്മൾ കണക്കാക്കുന്നു. 26 കപ്പ് പോപ്കോൺ ആണ് നമുക്ക് 1 കിലോ പോപ്കോൺ പൊട്ടിച്ചെടുക്കുമ്പോൾ വിൽക്കുവാനായി ലഭിക്കുക. നമുക്കറിയാം, നമ്മൾ ബീച്ചിലോ പാർക്കിലോ ഒക്കെ ചെന്നാൽ 30 രൂപയ്ക്ക് മുകളിലോട്ടാണ് പോപ്കോണിന്റെ വില. നമ്മൾ 30 രൂപ ഇട്ട് കണക്കാക്കുന്നു. അതായത് 26 കപ്പ് പോപ്കോൺ 30 രൂപ വെച്ച് വിൽക്കുമ്പോൾ 780 രൂപയാണ് നമുക്ക് ലഭിക്കുക. വിറ്റുവരവായി ലഭിക്കുന്നത് 780 രൂപയാണ്. മുടക്കു മുതൽ എത്രയാണെന്ന് നമുക്കറിയാം. പോപ്കോൺ സീഡിന് വിലയായിട്ടുള്ളത് 120 രൂപയാണ്. ഇനി കൂടാതെ നമുക്ക് മറ്റു ചിലവുകളുണ്ട്. എണ്ണ ആവശ്യമുണ്ട്, ഉപ്പ് ആവശ്യമുണ്ട്, അല്പം മസാല എന്തെങ്കിലും ഫ്ലേവർ എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ അത് ആവശ്യമുണ്ട്. എല്ലാം കൂടി ചേർത്തൊരു 30 രൂപ, 10-20 രൂപ ആവുള്ളൂ. എന്നാലും നമ്മൾ 30 രൂപ കൂട്ടിയാലും 150 രൂപയ്ക്കുള്ളിൽ എന്തായാലും നമ്മുടെ ചെലവുകൾ അടങ്ങും. അപ്പോൾ 150 രൂപ മുടക്കി ഉൽപ്പാദിപ്പിക്കുന്ന പോപ്കോൺ വിറ്റഴിക്കുമ്പോൾ 780 രൂപയാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് 1 കിലോ പോപ്കോൺ ഉണ്ടാക്കി വിറ്റഴിക്കുമ്പോൾ നമുക്ക് 630 രൂപയാണ് ലാഭമായി ലഭിക്കുന്നത്. കേവലം 26 കപ്പ് പോപ്കോണുകൾ വിൽക്കുമ്പോൾ ഉള്ള ലാഭമാണ് നമ്മളിപ്പോൾ സൂചിപ്പിച്ചത്. നമുക്കറിയാം, എത്രയോ അധികം കപ്പ് പോപ്കോണുകളാണ് ആള് കൂടുന്ന ഇടങ്ങളിൽ നമുക്ക് വിൽക്കുവാനാവുക. ചുരുക്കത്തിൽ ഒരു കണക്ക് നോക്കിയാൽ 100 കപ്പ് പോപ്കോൺ നമ്മൾ വിൽക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2500ഓളം രൂപയാണ് നമുക്ക് ലാഭമായി നേടുവാൻ സാധിക്കുക. ഇത്രയും കുറഞ്ഞ മുടക്കു മുതലിൽ തുടങ്ങുന്ന ഒരു സംരംഭം 100 പോപ്കോൺ വിറ്റഴിക്കുമ്പോൾ 2500 രൂപ ലാഭം തരുന്നു എന്ന് പറയുന്നത് വളരെ വലിയ സംഭവമാണ്. അധ്വാനിക്കുവാൻ മനസ്സുള്ളവർക്ക് വളരെ വിജയകരമായി നടത്തുവാൻ സാധിക്കുന്ന ഒരു സംരംഭമാണ്. അപ്പോൾ ദിവസേന ഒരു 100 പോപ്കോൺ വിറ്റഴിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസമുണ്ടെങ്കിൽ കണ്ണും പൂട്ടി നമുക്ക് ഈ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുവാൻ സാധിക്കും. മെഷീനറിയൊക്കെ ചെറിയ വിലയേ ഉള്ളൂ. 12,000 രൂപ മുതൽ നമുക്ക് മെഷീനറി ലഭ്യമാണ്. ആർക്കെങ്കിലും മെഷീനറി വാങ്ങുവാനോ ഇത് സംബന്ധിച്ച മറ്റെന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ദൂരീകരിക്കാനോ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിഷയം, ഈ ഒരു സംരംഭ സാധ്യത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ സൂചിപ്പിക്കാത്ത മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും, എന്തെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിക്കാനുണ്ടാകും, നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തുവാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നതിനായി പരമാവധി ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.